ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് തിങ്കളാഴ്ചയിലത്തെ വിശേഷമാണ്. പക്ഷേ നിങ്ങൾ കാണുന്നത് ചൊവ്വാഴ്ചയാണ്. ചൊവ്വാഴ്ച ഓഗസ്റ്റ് 20. ഇന്നത്തെ ദിവസത്തിൽ രണ്ട് പ്രത്യേകതയുണ്ട് കേട്ടോ. ഒന്ന് എന്താണെന്ന് വെച്ചാൽ ഡാഡിയുടെ അപ്പൻ മരിച്ച ദിവസമാണ്. അതായത് ഞങ്ങളുടെ കല്യാണത്തിൻ്റെ 2 വർഷം മുമ്പ്. ഇപ്പോൾ 41ാമത്തെ വർഷമാണ് കേട്ടോ. അതേപോലെ തന്നെ എൻ്റെ ചേച്ചിയുടെ മകൾ, നിങ്ങൾക്ക് ഒരുവിധപ്പെട്ടവർക്ക് എല്ലാവർക്കും അറിയാം, റോസയുടെ ബർത്ത്ഡേ ആണ്. നാളെ അന്നയുടെ ബർത്ത്ഡേ, അതായത് 20-ാം തീയതി റോസയുടെയും 21-ാം തീയതി അന്നയുടെയും ബർത്ത്ഡേ ആണ്. അപ്പോൾ ഇന്ന് എന്താ പറയുക, ഇന്ന് കുറച്ച് ഔട്ടിങ്ങും കാര്യങ്ങളും ഒക്കെയുള്ള ദിവസമാണ്. അപ്പോൾ സാരി പാക്ക് ചെയ്യാനായിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഇന്നലെ ഡിമ്പിളുടെ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും സാരി പുതിയൊരു സെറ്റ് കാണിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ കാണിക്കുന്നതിൻ്റെ ആ 2-3 ദിവസം നല്ല ഒരു തിരക്കാവും, അത് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട്. അങ്ങനെ പെട്ടെന്നാണ് പ്ലാൻ വന്നത്. ഡിമ്പിളിനൊന്ന് ഒരു 20-ാം തീയതി റോസയുടെ ബർത്ത്ഡേയുടെ അന്ന് നമ്മളെല്ലാവരും കൂടി അന്ന എന്തായാലും ഈ ആഴ്ച പോവും മടങ്ങി. അപ്പോൾ ഓണാഘോഷം, നമ്മളുടെ വക ഒരു ഓണാഘോഷം, നമ്മളൊരു ഗെറ്റ് ടുഗെദർ അന്ന വന്ന സമയത്തൊന്ന് കൂടി ഇനി പോകുന്ന ഒരു യാത്രയപ്പ് എന്നുള്ള രീതിയിൽ അതിൻ്റെ കൂട്ടത്തിൽ 2 ബർത്ത്ഡേ കൂടി ഒന്നിച്ച് ആഘോഷിക്കാനായിട്ട്. അപ്പോൾ ഒരു ചെറിയ പർച്ചേസിങ്ങിന് പോകാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഡിമ്പിളിനെ ഒന്ന് പാർലറിലേക്ക് ഒന്ന് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് കുട്ടികളെയും കൊണ്ട് പോയിട്ടുള്ളത് ഡോണാണ് കേട്ടോ. അപ്പോൾ ഡിമ്പിൾ ഡാഡിയുടെ കൂടെ പോയി. നമ്മളുടെ ഇവിടെ തൊട്ടടുത്തുള്ള മിൻസിലേക്കാണ്, ജസ്റ്റ് ഒന്ന് ത്രെഡ് ചെയ്യേ വേണ്ടു. അപ്പോൾ അങ്ങോട്ടാണ് പോയത്. അപ്പോൾ പോയി വരുമ്പോഴേക്കും ഞാൻ ഡ്രസ്സ് മാറി ഇന്ന് നിൽക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ രാവിലത്തെ ആ ഒരു ചെറിയ തിക്കും ബഹളമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ വേഗം ഡ്രസ്സ് മാറി ഞങ്ങൾ ഒന്നിച്ച്, ഡാഡി ഞാനും കൂടി ഒന്നിച്ച് പുറപ്പെട്ടു. മിൻസിലെത്തിയപ്പോൾ ഡിമ്പിൾ അവിടെ എല്ലാം കഴിഞ്ഞ് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഡിമ്പിളിനെയും അവിടെ നിന്ന് പിക്ക് ചെയ്തിട്ടാണ് ഞങ്ങൾ പിന്നെ പോയത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ യാത്ര ഇങ്ങനെയാണ്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് ബ്രെഡും ചിക്കൻ കറിയായിരുന്നു കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ശരിക്കും പറഞ്ഞാൽ ചിക്കനും മീനൊക്കെ ബാക്കിയായിരുന്നു. എന്നാലും പിന്നെ പതിവ് മാർക്കറ്റിൽ പോയി സാധനങ്ങൾ വാങ്ങിച്ചപ്പോൾ അതൊക്കെ ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന് അതൊക്കെയാണ് ഞങ്ങളെടുത്ത് അവസാനിപ്പിച്ചത് കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് പുറപ്പെട്ടു. അപ്പോൾ മിൻസ് നിങ്ങൾക്കറിയാം, ഞാൻ സ്ഥിരം പോകുന്ന ഒരു പാർലറാണ്. സ്ഥിരം എന്നല്ല, ഞാൻ വല്ലപ്പോഴൊക്കെ പോകുന്ന ഒരു ഹെന്ന ചെയ്യാനോ ഓയിൽ ട്രീറ്റ്മെൻറ്റിനോ ഒക്കെ പോകുന്നത് അവിടേക്കാണ് കേട്ടോ. എനിക്ക് ആ മോളെ ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഞാൻ അവിടേക്കാണ് പോവുക. പിന്നെ അങ്ങനെ കുറേ വലിച്ചു വാരിയുള്ള കാശോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല, എന്നാൽ നല്ല സർവീസുമാണ് കേട്ടോ. ഭയങ്കര തിരക്കാണ് അവിടെ. ഇപ്പം ഇന്ന് ഡിമ്പിൾ ശരിക്കും പറഞ്ഞാൽ ഒന്ന് ക്ലീനപ്പ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് പോയത്, പക്ഷേ ഭയങ്കര തിരക്ക്. അപ്പോൾ പിന്നീടാവാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഒന്നിച്ച് പോകുന്നു. അപ്പോൾ ഞങ്ങൾ പോകുന്നത് നമ്മളുടെ കുരിയച്ചിറയിൽ മമ്മി ഡാഡി എന്ന് പറഞ്ഞ ഒരു ഷോപ്പുണ്ട്. എനിക്ക് തോന്നുന്നു ഡോണിന് 1 വയസ്സുള്ള സമയം തൊട്ട് ഞങ്ങൾ അവിടെ നിന്നാണ്. ഡ്രസ്സെന്ന് പറയാൻ പറ്റില്ല, ബാക്കിയുള്ള സംഭവങ്ങൾ കുഞ്ഞിലേ തൊട്ട് ഡ്രസ്സുകളും കിട്ടിയിരുന്നു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇഷ്ടം പോലെ ഡ്രസ്സുകൾ അവിടെ ഉണ്ടാവും. എന്നാൽ പുറത്തത്തെ അത്ര വാല്യൂല്ല. കാരണം അന്നൊരു ചെറിയൊരു ഷോപ്പായിരുന്നു നെഹ്റുദാറിൻ്റെ ഉള്ളിലേക്കായിട്ട്. അവിടുന്ന് പിന്നെ അവരവരുടെ വീടിനോടനുബന്ധിച്ച് ഇങ്ങോട്ട് വന്നു. അതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ A to Z സാധനങ്ങൾ അവിടെ ഉണ്ട്. എന്തും ഒരു ഇട്ടാവട്ടത്താണ് ഉള്ളത്, എല്ലതും അവിടെയുണ്ട്. അപ്പോൾ ഞങ്ങൾ ചാക്കോച്ചന് വീട്ടിലിടാൻ വേണ്ടി ബനിയൻ എടുക്കുക. സാധാരണ ഡിവൈൻ കോട്ടയത്ത് പോയിട്ട് വരുമ്പോഴാണ് കൊണ്ടുവരാറ്. അപ്പോൾ ഇപ്പോൾ കുറേ നാളായിട്ട് അങ്ങോട്ട് പോകാനുള്ളൊരു അസൗകര്യം കാരണം ഞങ്ങൾ ഇവിടെ നിന്നാണ് എടുത്തത്. 35 രൂപയുള്ളൂ കേട്ടോ ഇങ്ങനെ ഈ കുഞ്ഞ് വട്ടക്കഴുത്തിൻ്റെ ബനിയന്. അതുപോലെ തന്നെ ട്രൗസറിന്. അപ്പോൾ ഞാൻ ട്രൗസർ നല്ല വലുപ്പത്തിൽ നോക്കിയെടുത്തു. കാരണം ഡൈപ്പറിൻ്റെ മുകളിൽ എൻ്റെ മോന് അത് കയറുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്തിരി വലിപ്പത്തിലാകുമ്പോൾ ബനിയൻ സ്റ്റഫ് ആകുമ്പോൾ കയറില്ല, അവനും ഒരു സുഖമാണല്ലോ ഇടാനായിട്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ കുട്ടി സാധനങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് മമ്മി ഡാഡിയാണ്. അത് എനിക്ക് തോന്നുന്നു ഡോണിൻ്റെ ചെറുപ്പം തൊട്ട്, ഡോണിന് 1 വയസ്സിൻ്റെ മുമ്പ് തൊട്ടാണ് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇവിടേക്ക് വന്നു തുടങ്ങിയത്. അപ്പോൾ ബർമൂഡകളായാലും ഇന്നർ വെയേഴ്സ് ആയാലും പിന്നെ നൈറ്റികൾ, പിന്നെ ഇങ്ങനെ ചെറുവക തോർത്തുകൾ, ഇതൊക്കെ ഞാൻ സ്ഥിരം എടുക്കുക ഇവിടെ നിന്നാണ് കേട്ടോ. മുമ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ യാത്ര പോകുമ്പോൾ ബാംഗ്ലൂരിൽ നിന്നും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ചെയ്യുക. അല്ലാത്ത പക്ഷം നമ്മളിവിടെ നിന്നാണ്. പിന്നെ അതുപോലെ തന്നെ ഡിമ്പിളുടെ സീരിയലിൻ്റെ ഡ്രസ്സുകൾ, ചെറുപ്പത്തിലെ കുറേ ഫ്രോക്ക് വേണമല്ലോ. അപ്പോൾ നമ്മൾ ആദ്യമൊക്കെ ഞാൻ സ്റ്റിച്ച് ചെയ്യില്ലായിരുന്നു. പിന്നെ നമുക്കത് മനസ്സിലായി അത് മുതലാവില്ല എന്ന് കണ്ടപ്പോൾ പിന്നെ ഒക്കെ മമ്മി ഡാഡിയിലത്തെ ഫ്രോക്കുകളാണ് ഏറ്റവും നല്ലത് നോക്കിയിട്ട്. ഒരു ചേട്ടനനിയനാണ് അവർ ഏറ്റവും നല്ല ഡ്രസ്സ് നോക്കിയിട്ട് നല്ല എന്താ പറയുക, അപ്പോഴത്തെ ഫാഷൻ അനുസരിച്ചുള്ള ഡ്രസ്സുകളാണ് ഡിമ്പിൾ അന്ന് ആ സമയത്തൊക്കെ സീരിയലിൽ യൂസ് ചെയ്തിരുന്നത് കേട്ടോ. അങ്ങനെ അപ്പോൾ സാരികളൊന്നും നമ്മളവിടെ എടുക്കാറില്ല, പക്ഷേ എല്ലതും ഉണ്ട് കേട്ടോ അവിടെ. സാരിയോ അണ്ടർസ്കേർട്ടോ ഓണം കളക്ഷൻസോ ഏത് വേണമെങ്കിലും. അപ്പോൾ ഞങ്ങൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് മുണ്ടും ജുബ്ബയാണ് ആദ്യം
നോക്കിയത്. അപ്പോൾ അങ്ങനെ മുണ്ടും ഇതെടുത്തപ്പോൾ എല്ലാ സൈസിലും മുണ്ടുണ്ട്. ശരിക്ക് ഇത് ഒരു 10 മാസം തൊട്ട് 16 വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള മറ്റേ വെൽക്രോ വെച്ചിട്ടുള്ള മുണ്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓരോന്നിനും ഓരോ നമ്പർ ഇട്ടേക്കണം. ആ നമ്പർ അനുസരിച്ച് നമ്മൾ നീർത്തി നോക്കുമ്പോൾ അതനുസരിച്ചുള്ള ഇറക്കം. അങ്ങനെ മുണ്ടെടുത്ത് ജുബയിലേക്ക് കടന്നപ്പോഴാണ് ജുബയ്ക്ക് ഓൾറെഡി പാൻറ് ഉണ്ടെന്ന് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ഇനി പിന്നെ സെപ്പറേറ്റ് ഒരു മുണ്ടിൻ്റെ ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് മുണ്ട് അവിടെ വെച്ചിട്ട് പിന്നെ ജുബയും പാൻറ്റുമായി ഉറപ്പിച്ചു. കാരണം ഒരു ദിവസം ഇടേണ്ട ഒരു കാര്യമുള്ളൂ. അത് ചാക്കോച്ചിന് വേണം, പാച്ചുവിന് വേണം, തോമുവിന് വേണം, ഗബ്രുവിന് വേണം, ആൻഡ്രൂവിന് വേണം. തക്കുടു എന്ന് പറഞ്ഞാൽ അമനാണ്. അമനും പിന്നെ വലിയ കുട്ടി ആയതുകൊണ്ട് അവർ ഇവിടെ പറ്റില്ല, വേറെ സെക്ഷനാണ്. അപ്പോൾ ഇങ്ങനെ ഇത് കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചു പിള്ളേർസിനൊക്കെ ഒരുപോലെ എടുക്കാം എന്നുള്ള രീതിയിൽ എല്ലാവർക്കും ഒരുപോലെ എടുത്തു കേട്ടോ. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് ഇവിടെ നിന്നാണ് കേട്ടോ ഞാൻ അന്നാൾ മുമ്പും ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടാവും ഈ ഷീറ്റ് ഇങ്ങനെ മുറിച്ച് അലമാരിയുടെ ഉള്ളിലിടണതും ഡൈനിങ് ടേബിളും ഇടണതും. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് തുടച്ചെടുക്കുകയും ചെയ്യാം. കുറച്ചൊന്ന് പഴയതാണെന്ന് കണ്ടാൽ വല്ല അലമാരിയുടെ അടിയിലിടുകയും ചെയ്യാം, നാശാവില്ലല്ലോ. റബ്ബർ ഷീറ്റല്ലേ ശരിക്ക്, എന്തൊരു ഷീറ്റ് നല്ല കട്ടിയുള്ള തരം ഷീറ്റാണ് കേട്ടോ. അപ്പോൾ ഇത് ഡബിൾ സൈഡ് ഉള്ളതാണ്. അപ്പോൾ ഞാൻ അതിൽ നിന്ന് ഒരു സൈഡ് 2 പീസായിട്ട് എടുത്തു. അപ്പോൾ ഒന്നെന്നെ മടക്കി അപ്പുറം ഇടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 പീസായിട്ട് 1/2 മീറ്റർ വീതം എടുത്തു കേട്ടോ, നമ്മുടെ മറ്റേ ഡൈനിങ് ടേബിളിൻ്റെ മുകളിലിടാൻ. കാരണം അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ കോട്ടൺ മറ്റേ ടേബിൾ ഇതിടുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അപ്പടി അഴുക്കാവണം. അപ്പോൾ ഇങ്ങനത്തെ ആകുമ്പോൾ തുടയ്ക്കാമല്ലോ. അങ്ങനെ മുകളിൽ കയറിയപ്പോഴാണ് അവിടെ ഇങ്ങനെ ഇത് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നൈറ്റ് ഡ്രസ്സുകൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ തൽക്കാലം 2-3 എണ്ണം അവിടെ നിന്ന് എടുത്തു കേട്ടോ. അപ്പോൾ സൈസുകൾ മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ആദ്യം ചേച്ചിക്കും ഡിവൈനും ഒക്കെ ഇവിടെ നിന്ന് എടുക്കാമെന്നാണ് വിചാരിച്ചത്. അങ്ങനെ ഞങ്ങൾ സൈസ് ഇങ്ങനെ നോക്കി വരുമ്പോഴേക്കും അപ്പോൾ അവർ സൈസ് മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് തിരഞ്ഞെടുക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ട്. അപ്പോൾ കിട്ടിയത് 2 എടുത്തു. കാരണം അവിടെ കുട്ടികളെ മറ്റേ സ്കൂളിൽ നിന്ന് കൊണ്ടുവരേണ്ട സമയമായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡാഡി എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങളെ നിർത്തിയിട്ട് ഡാഡിയുടെ കാര്യങ്ങൾക്ക് വേണ്ടി പോയേക്കായിരുന്നു. അപ്പോഴേക്കും ഡാഡി തിരിച്ച് വരികയും ചെയ്തു. അപ്പോൾ ഇനി സ്പീഡാവണം എന്ന് പറഞ്ഞിട്ട് പിന്നെ പടപടാന്ന് നമ്മൾ എടുക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ ഫ്രോക്ക് വലിയ സൈസ് നോക്കി എടുക്കാൻ പറ്റിയില്ല. കൊണ്ടുവന്നതിൽ ഒരെണ്ണം ചെറുതാണ്. പിന്നെ അവരെപ്പോൾ വേണമെങ്കിലും നമുക്കത് മാറ്റി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി മാറ്റിയെടുക്കുമ്പോൾ വേണം ഡിവൈനും കൂടി വലുപ്പത്തിൽ എടുക്കാമെന്നാണ് വിചാരിച്ചിരിക്കണം കേട്ടോ. അതിനുള്ള നേരം കിട്ടിയില്ല, നിങ്ങൾക്കറിയാമല്ലോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് വേഗം അവിടെ ചെന്ന് അപ്പോൾ മാമിനോട് വിളിച്ചു പറഞ്ഞപ്പോൾ അവിടെ 2 മണി വരെ അവിടെ സ്റ്റാഫും കാര്യങ്ങളുണ്ട്. ഞങ്ങൾക്ക് പക്ഷേ 1 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു വെപ്രാളാണ്, കുട്ടികൾ വെയിറ്റ് ചെയ്യില്ലേന്ന് വെച്ചിട്ട്. അപ്പോൾ ഞങ്ങൾ ചെല്ലുമ്പോഴേക്ക് 1:15 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് അമ്മാമ്മ തന്നെ കൊണ്ടുവരാൻ പോകാമെന്നുണ്ട്. ഞാനാണ് ചെന്നത്. ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ തോമു കണ്ട വഴിക്ക് ഓടി വന്നു കേട്ടോ. മമ്മീന്ന് പറഞ്ഞിട്ട് അവൻ മമ്മീന്നാണല്ലോ വിളിക്കുക. മമ്മീന്ന് പറഞ്ഞിട്ട് ഓടി വന്നു. നമ്മുടെ ചാക്കോച്ചൻ എന്ത് പണി കാണിച്ചെന്ന് വെച്ചാൽ പാച്ചു എന്ത് കാണിച്ചെന്ന് വെച്ചാൽ തോമോ ഓടി വന്നിട്ട് മമ്മി എൻ്റെ ബാഗ് എടുത്തോ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ഓടി കാറിൽ കയറി. പക്ഷേ നമ്മുടെ പാച്ചു സഖാവ് എന്ത് കാണിച്ചെന്ന് വെച്ചാൽ ഓടി വന്നു, ഡോളിയമ്മാമ്മ എന്നിട്ട് ഓടി വന്നു. അത് കഴിഞ്ഞ് തിരിച്ചൊരൊറ്റ പോക്കാണ് ഓടി പോയിട്ട് അവരുടെ ഒക്കത്താണ് കയറിയിരുന്നു. അപ്പോൾ എന്താ പറയുക, പിന്നെ അവിടെ നിന്ന് പിന്നെ വെക്കണ്ടോ ഒറ്റ ഓട്ടാണ് പിന്നെ അകത്തേക്ക്. പിന്നെ കുറേ വിളിച്ചപ്പോഴാണ് അവിടെ നിന്ന് വരണത്. അതായത് അവരെ ഭയങ്കര ഇഷ്ടമാണ്, മാമിനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അത് കഴിഞ്ഞ് തോമുവൊന്നും ഇടാ വാടാ വീട്ടിലേക്ക് വാടാ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ പാച്ചു ഇറങ്ങിയത്. അത് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ മാമിൻ്റെ ഒക്കത്ത് കയറിയിട്ട് പിന്നെ സ്ലൈഡിൽ പോയി. അങ്ങനെ എന്താ പറയുക, അവരുടെ വക അവർ കുറച്ച് നേരം അവിടെ അങ്ങോട്ട് നിന്ന് കളിച്ചു. അപ്പോൾ നമുക്കത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം. കാരണം കുട്ടികൾക്ക് അത്രയും ഇഷ്ടമുള്ളത് കൊണ്ടാണല്ലോ അവരവിടെ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് വരാൻ കൂട്ടാക്കാത്തത്. അപ്പോൾ അത് നമ്മൾക്ക് എപ്പോഴും കുട്ടികളെ സംബന്ധിച്ച് നമുക്കറിയാം, അത് അവിടെ നല്ല ഇഷ്ടമായില്ലെങ്കിൽ പിന്നെ കുട്ടികൾ പോകുമ്പോഴായാലും വരുമ്പോഴായാലും നമ്മളെ കാണുമ്പോഴേക്കും കരഞ്ഞ് ഓടി വരിക ചെയ്യുക. ഇതങ്ങനെയല്ല, ഭയങ്കര ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടുത്തെ മാം ആയാലും അതെ, സ്റ്റാഫായാലും അതെ, ടീച്ചേഴ്സും ഒക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ കുട്ടികളോട് ഭയങ്കര ഫ്രണ്ട്ലിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക, വേറെ നമുക്ക് തന്നെ ഭയങ്കര സന്തോഷമാണ്. ഇന്ന് രാവിലെ കൊണ്ടാക്കിയപ്പോൾ അവനൊന്ന് കരയാൻ നോക്കിയെന്ന് പറഞ്ഞു പാച്ചു. അപ്പോൾ ഡോൺ അപ്പം തന്നെ വിളിച്ച് പറഞ്ഞപ്പോൾ ഡിംപിൾ വിളിച്ച് പറഞ്ഞു അതൊക്കെ അപ്പളേ അവൻ മറന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ എന്താ പറയുക, എല്ലാം കൊണ്ടും നമുക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഫസ്റ്റ് സ്കൂൾ എന്ന് പറയുമ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ അവിടെ തന്നെ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിൽ തുടരണം എന്നാണ് നമ്മളുടെ ആഗ്രഹം. ഇനിയിപ്പോൾ തോമുവിന് അടുത്ത വർഷം ഇവിടെ ചേർത്തണം. അപ്പോൾ എവിടെയാണ് എന്താണെന്നൊന്നും തീരുമാനമായിട്ടില്ല. അപ്പോൾ അതിൻ്റെ മറ്റേ അഡ്മിഷൻ്റെ ദിവസങ്ങളും കാര്യങ്ങളൊക്കെ ആവണമല്ലോ. പിന്നെ അതിൻ്റെ ഒരു എന്താ പറയുക അന്വേഷണം കൂടി ഉണ്ട് ഇതിൻ്റെ ഇടയിൽ. അങ്ങനെ ഡിംപിളും ഡാഡിയും ഇങ്ങനെ ഞങ്ങളെ കാത്തിരിക്കുക. അപ്പോൾ പാച്ചു കണ്ടിട്ടില്ല കേട്ടോ, ഡിംപിൾ അകത്തുള്ളത് പാച്ചു കണ്ടിട്ടില്ല.
ഡിംപിൾ സർപ്രൈസായിട്ട് മിണ്ടാണ്ട് അവിടെ ഇരിക്കുക. അവനാന്ന് വെച്ചാൽ അങ്ങനെ വീട്ടിലേക്ക് പോകണം എന്നുള്ള ഒരു ജ്വരവും ഇല്ല. അങ്ങനെ മാമിൻ്റെ കൂടെ മാമിൻ്റെ ഒക്കത്ത് കയറി ഇരുന്നിട്ടാണ് വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വേഗം വാങ്ങി ഞങ്ങളിതേ കാറിൽ കയറിയപ്പോഴാണ് അവൻ്റെ അമ്മയെ കാണുന്നത് കേട്ടോ. ഇപ്പോഴാണ് അവൻ്റെ അമ്മേനെ കണ്ടത്. അതുവരെ അമ്മേനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഭയങ്കര എന്താ പറയുക, ഒരു കുട്ടി കുറുമ്പൻ്റെ പോലെയാണ് കേട്ടോ. അങ്ങനെ തോമും പാച്ചും കയറിയിരുന്ന് കഴിഞ്ഞപ്പോൾ തോമുവിനൊരു സംശയം, ഞാൻ എവിടെ ഇറങ്ങില്ലേന്ന്. അപ്പോൾ തോമു പതുക്കെ എന്നോട് പറഞ്ഞു, മമ്മി എന്തെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടോ? അപ്പോൾ കുട്ടികൾ സംസാരിച്ചു തുടങ്ങിയപ്പോൾ ഭയങ്കര രസമാട്ടോ. അപ്പോൾ വാങ്ങിച്ചിട്ടുണ്ടോ? അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ മക്കൾക്ക് വേണ്ടത്, എന്താ വാങ്ങിച്ചിട്ടുണ്ടോ ചോദിക്കണമെന്ന് വെച്ചപ്പോൾ കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോഴാണ് എനിക്ക് എൻ്റെ മക്കൾ പേരക്കുട്ടികളൊക്കെ വലുതായി അവർ ചോദിച്ച് വാങ്ങിച്ച് തുടങ്ങി എന്നുള്ളത് മനസ്സിലായത്. അപ്പം ഞാൻ പറഞ്ഞു, ഞാനൊന്നും വാങ്ങിയിട്ടില്ല, എന്തപ്പോൾ വേണ്ടേ ചോദിച്ചു. പറഞ്ഞു, വായു നമുക്ക് ഇവിടെ ഉണ്ട്, ഇവിടെ നിന്ന് വാങ്ങിയാൽ മതി മമ്മിയെ എന്ന് പറഞ്ഞു. നോക്കിയപ്പോൾ നമ്മുടെ ബേബി സൺ കണ്ട് അവൻ എനിക്ക് ചൂണ്ടിക്കാണിച്ച് തരാം പോകേണ്ട സ്ഥലം. അങ്ങനെ ഞങ്ങൾ പതിവ് പോലെ ബേബി സണ്ണിൽ ഇറങ്ങി. അപ്പോൾ അവിടുത്തെ ചേട്ടനറിയാം ഇവന് ഞാനോ ആരെങ്കിലും പ്രത്യേകതയായിട്ട് വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ അവനൊന്ന് അവിടെ ഇറങ്ങണം, എന്നാലാണ് മൂപ്പർക്കൊരു ഇഷ്ടമുള്ളൂ. അങ്ങനെ ഞങ്ങൾ ബേബി സണ്ണിൽ ഇറങ്ങിയിട്ടോ. അപ്പോൾ കുട്ടികളോട് ഇഷ്ടമുള്ളത് എടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ അവർ പോയിട്ട് എന്താ പറയുക, തോമുവിന് ഇഷ്ടം കിൻഡർ ജോയാണ്, അത് കഴിക്കാനല്ല അതിലത്തെ ടോയ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, മോന് വാങ്ങിക്കൊണ്ടിരും, വേറെ എന്തെങ്കിലും വാങ്ങിക്കുമെന്ന് പറഞ്ഞപ്പം അവനെല്ലാതും നോക്കിയെങ്കിലും ഒന്നും അവന് ഇഷ്ടമായില്ല. അങ്ങനെ കഴിക്കുന്ന കൂട്ടത്തിലല്ല അവന് ആകെ വേണ്ടത് ഒരു വല്ല ഡയറി മിൽക്കോ അല്ലെങ്കിൽ വല്ല മിൽക്കി ബാറോ അല്ലെങ്കിൽ ഒരു കെവിൻസിൻ്റെ ഷെയ്ക്കോ അങ്ങനെ എന്തെങ്കിലും ചെറുതെന്തെങ്കിലും മതി. അങ്ങനെ രണ്ടാളോട് ഞാൻ ഇഷ്ടമുള്ളത് വാങ്ങിക്കോളാൻ പറഞ്ഞപ്പോൾ ഇവർക്ക് ആർക്കും രണ്ടുപേർക്കും ഇങ്ങനത്തെ ഒന്നും വേണ്ട. ഇവർക്ക് ആവശ്യം അവിടെ നിന്നുള്ള സ്വീറ്റ്സ് മറ്റേ ചോക്ലേറ്റാണ്. അങ്ങനെ രണ്ടുപേർക്കും ചോക്ലേറ്റും ഇതും വാങ്ങിക്കൊടുത്ത് ഞങ്ങൾ പതുക്കെ കയറി. അപ്പോൾ സംഭവം കയറുമ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ പേഴ്സ് കാലിയാവുന്നു, പക്ഷേ ഒരു കുഴപ്പമുണ്ടായില്ല. രണ്ടുപേരും ഒരേ മിഠായി വാങ്ങിച്ച് ഒരേ ഗ്ലാസ് മറ്റേ കെവിൻസിൻ്റെ മറ്റേ ഷെയ്ക്ക് ഒരെണ്ണേ വാങ്ങിച്ചുള്ളൂ. രണ്ടുപേരും കൂടി അത് മതി എന്ന് പറഞ്ഞു. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി കുടിക്കുക. അപ്പോൾ ഡിംപിൾ ദാഹത്തിന് ഒരു ചെറിയ ആപ്പിയോ എന്തോ ഒന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് അവൾ കുടിക്കുമ്പോൾ അതിൽ നിന്ന് അവരെ തുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുടിച്ചു എന്നല്ലാണ്ട് വേറെ എനിക്ക് തോന്നുന്നു ഇവരുടെ ശരിക്ക് സ്നാക്ക് ടൈമും കാര്യങ്ങളൊക്കെ ഞങ്ങൾ പോരണേൻ്റെ തൊട്ട് മുമ്പാന്ന് തോന്നുന്നുണ്ട്. കാരണം കുട്ടികൾ വീട്ടിൽ വന്നാൽ ഒരിക്കലും കുറേ നേരം കഴിഞ്ഞ് വന്ന് വിശക്കണു എന്നുള്ളൊരു ഇത് കാണാറില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ചോദിക്കുമ്പോഴും മാം പറയും അവരെല്ലാ ഭക്ഷണവും ഭംഗിയിൽ കഴിച്ചു എന്ന് പറയും. അപ്പോൾ ഡിംപിൾ അവിടെ നിന്നൊരു മീറ്റ് റോൾ കഴിച്ചു എന്ന് തോന്നുന്നുണ്ട്. ഞാൻ ഇപ്പോഴാണ് കാണുന്നത് കേട്ടോ. ഞാൻ കുട്ടികളുടെ തിരക്കിൻ്റെ ഉള്ളിൽ ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഡാഡി കാറിൽ നിന്ന് ഇറങ്ങിയില്ല, ഡാഡിക്ക് പേടിയായിരുന്നു. ഇറങ്ങി കഴിഞ്ഞ് ഇവർ അലമ്പാക്കി കഴിഞ്ഞാൽ ഡാഡിക്ക് അങ്ങനത്തെയൊക്കെ ഭയങ്കര കാര്യമാണ്. പുറത്തിറങ്ങുമ്പോൾ കുട്ടികളൊക്കെ ഭയങ്കര ഡീസൻ്റായിട്ട് നിൽക്കണം. അപ്പോൾ ഞാൻ പറയും അതൊക്കെ ഇപ്പോഴത്തെ കുട്ടികളോട് പറഞ്ഞിട്ട് കാര്യമുണ്ട്. അവരെന്തെങ്കിലുമൊക്കെ കണ്ടാൽ നിന്ന് ചാടി കരഞ്ഞ് വാശി പിടിക്കും. ഡാഡിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഡോണും ഡിംപിളും എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്നിനും അങ്ങനെ വാശി പിടിച്ച് അങ്ങനെ കാര്യം സാധിച്ചതായിട്ട് നമ്മളുടെ ഓർമ്മയിലില്ല. അങ്ങനെ നിന്ന് കരയൊന്നുമില്ല. അപ്പോൾ ഡാഡിക്ക് എങ്ങനെയാ വെച്ചാൽ കുട്ടികളെയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പറയും ഇവർ മര്യാദയ്ക്ക് നിൽക്കില്ല, അതുകൊണ്ട് ഞാനില്ല ഇവരുടെ കൂടെ, അല്ലെങ്കിൽ നമ്മളെ നാണം കെടുത്തും അങ്ങനെയൊക്കെ പറയും. പക്ഷേ എന്നാലും അപ്പാപ്പൻ്റെ കൂടെ തന്നെയാണ് കേട്ടോ രണ്ടാളും പോവുക. അങ്ങനെ ഒരുത്തൻ സ്നിക്കേഴ്സാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സ്നിക്കേഴ്സിൻ്റെ അതിലത്തെ ആ ഇതും കാര്യങ്ങളൊക്കെ കടിച്ചപ്പോൾ മൂപ്പർക്ക് വെച്ചാൽ ചുമയുണ്ട്. അപ്പോൾ ആ ചുമയുടെ ഉള്ളിൽ കൂടെ അതും കൂടി ആകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിതേ ബേബി സണ്ണിൽ ചേട്ടനോട് യാത്രയൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ വിചാരിച്ച അത്ര കാശൊന്നും ചിലവായില്ല കേട്ടോ. കുട്ടികൾ ഭയങ്കര ഡീസൻ്റായിരുന്നു. അപ്പോൾ അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയിട്ടോ. കാരണം സമയം അപ്പോഴേക്കും 1:45 ആയിട്ടുണ്ടായിരുന്നു. വീട്ടിലവിടെ ഡിവൈനും മോനും മാത്രമേ ഉള്ളൂ. പിന്നെ വേറെ ഇതൊന്നുമില്ല. അപ്പോൾ ഡിവൈനാണ് എന്നോട് പറഞ്ഞത്, മമ്മി ഇന്നാകുമ്പോൾ 2 മണിക്കൂർ കിട്ടും മമ്മിക്ക് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും പർച്ചേസിങ്ങിനും കാര്യങ്ങൾക്കെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ശരിക്കും ഇറങ്ങിയത്. ആ പറഞ്ഞ പോലെ തന്നെ ഇറങ്ങിയ സമയം കറക്റ്റായിരുന്നു. ഒരു 11 മണിക്കൊക്കെ ഇറങ്ങി ശരിക്കും 1:15 ആയപ്പോഴേക്കും കഴിഞ്ഞ് ഇറങ്ങിയിട്ടോ. അപ്പോഴാണ് വീട്ടിൽ വന്നപ്പോഴാണ് വിചാരിച്ചത് നാളെ ഇപ്പോൾ റോസയുടെയും ബർത്ത്ഡേ ആണ്, അന്നയുടെ ബർത്ത്ഡേ അതിൻ്റെ പിറ്റേ ദിവസമാണ്. നാളത്തെ കഴിഞ്ഞ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞ് വീണ്ടും പിന്നെ അടുത്തൊരു വരവിന് വേണ്ടിയിട്ട് കാത്തിരിക്കും. അപ്പോൾ എന്തായാലും ബർത്ത്ഡേ അല്ലേ, ബർത്ത്ഡേക്ക് ഓരോ ഗിഫ്റ്റ് ആവാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഡിംപിളാണ് എന്നോട് പറഞ്ഞത്, മമ്മി ബർത്ത്ഡേക്ക് നമുക്ക് എന്തെങ്കിലും വാങ്ങിക്കണ്ടേ. ഡിംപിളും പറഞ്ഞു ഡിവൈനും പറഞ്ഞു. അപ്പോൾ ഞാൻ പിന്നെ കുട്ടികൾ പറയുമ്പോൾ നമ്മൾ പിന്നെ നോ പറയാൻ പാടില്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ശരി, എന്നാൽ ഊണ് കഴിഞ്ഞിട്ട് ഇറങ്ങാം എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളിതേ വീട്ടിലേക്ക് എത്തിയിട്ടോ. അപ്പോൾ നമ്മുടെ പ്ലാവ് പോയതിന് ശേഷം എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ട് വീഡിയോ എടുക്കണേന്ന് തോന്നുന്നുണ്ട്.
കണ്ടു. ഭയങ്കര എന്താ പറയുക, പുറമേ ദൂരേന്നേ നമ്മളുടെ വീട് കണ്ടു തുടങ്ങി. അങ്ങനെ ദേ വരുമ്പോൾ നമ്മുടെ ചാക്കോച്ചൻ ടി വി ഇരുന്ന് കാണുക കേട്ടോ. കണ്ടോ സമയം എത്രയും നോക്കി, രണ്ടേ എത്രയോ അങ്ങോട്ട് ആയിട്ടുണ്ട്. അങ്ങനെ പിന്നെ നോക്കിയപ്പോൾ ഭക്ഷണം കഴിക്കാനായിട്ട് നമ്മളെല്ലാവരും ഇരുന്നു. കുട്ടികൾക്ക് പിന്നെ അങ്ങനെ അവർ ഉച്ചയ്ക്ക് അങ്ങനെ കാര്യമായിട്ട് ഫുഡ് കഴിക്കാറില്ല. ഞാൻ പറഞ്ഞില്ല അവിടെ നിന്ന് കഴിച്ചിട്ടാണ് വരാമെന്ന്. അപ്പോൾ ഡോൺ വന്നിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിക്കുക. അപ്പോൾ രാവിലത്തെ ചിക്കൻ കറി ഉണ്ടായിരുന്നു, ഇന്നലെ രാത്രിയിലത്തെ മീൻ കറി, ക്യാബേജ് ഉപ്പേരി, ചീരത്തോരൻ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ ഇന്നലത്തെ ചിക്കൻ്റെ ബാക്കിയുടെ എല്ലാവരുടെയും കൂടി എൻ്റെ പ്ലേറ്റിലേക്ക് ഇട്ടിട്ട് എന്നെ കളിയാക്കി, ഇത് മുഴുവൻ മമ്മിയെ തിന്നെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ എല്ലാവരുടെയും ഊട് കഴിഞ്ഞതിന് ശേഷം കേട്ടോ ഞാൻ ഭക്ഷണം കഴിക്കരുത്. അതാണ് അങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ആ നേരത്താണ് നമ്മുടെ ഹരിത മറ്റേ പ്ലാസ്റ്റിക്കിൻ്റെ ഇതൊക്കെ കൊണ്ടുപോകാനായിട്ട് അവർ വന്നത്. അപ്പോൾ ആ ഡിപ്പാർട്ട്മെൻറ്റ് ഡാഡിക്കാണ് കേട്ടോ. കാരണം ഡാഡിയാണ് അതൊക്കെ സൈഡിൽ ഇങ്ങനെ ചാക്കിലാക്കി വയ്ക്കുക, അവർ വരുമ്പോൾ കൊടുക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ എനിക്ക് അങ്ങനത്തെ കാര്യങ്ങൾ ഇത്തിരി പിന്നാക്കാണ് ഞാൻ. അപ്പോൾ അത് ഡിമ്പിൾ കൊണ്ടുവന്ന ഫ്രോക്കുകൾ ഇട്ട് നോക്കണം കേട്ടോ. അപ്പോൾ ഒരെണ്ണം അതിലൊരു ഇത്തിരി, ഞാൻ പറഞ്ഞില്ലേ സൈസ് നോക്കി അങ്ങനെ എടുക്കാൻ പറ്റിയില്ല എന്നുള്ളത്. അപ്പോൾ ഒരെണ്ണം ഇത്തിരി ചെറുതുണ്ട്, അപ്പോൾ അത് പിന്നീട് മാറ്റിയെടുക്കാം. ആ മാറ്റിയെടുക്കണത് കുറച്ച് വലിയത് എടുക്കാം എന്നുള്ള ഇതിൽ അവിടെ വെച്ച് നമ്മൾ പറഞ്ഞിട്ടാണ് പോന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ അവിടുന്ന് വേഗം ഡ്രസ്സ് മാറി വീണ്ടും നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ഒന്ന് മേല് കുളിച്ച് ഡ്രസ്സ് മാറിയിട്ടാണ് പിന്നീട് ഇറങ്ങിയത്. കാരണം അത്രയും ചൂടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളിത് നേരെ സെറ്റ് മുണ്ട് എടുക്കാനാണ് പോയത് കേട്ടോ. കാരണം ഓണമല്ലേ, ഓണവും ബർത്ത്ഡേ ഒക്കെ അല്ലേ. അപ്പോൾ എന്നാൽ പിന്നെ സെറ്റ് മുണ്ടാവാമെന്ന് വിചാരിച്ചിട്ട് നോക്കിയപ്പോൾ പുതിയ പാറ്റേൺ കുറേ വന്നിട്ടുണ്ട്. അപ്പോൾ പക്ഷേ എന്താ ഇതെന്ന് വെച്ചാൽ ചിലത് റോസ അന്നയും നല്ല ഹൈറ്റുള്ള കുട്ടികളാണ്, പക്ഷെ അവർക്ക് ചിലത് നീളം ഇത്തിരി കുറവ് തോന്നി. അപ്പോൾ പിന്നെ ഡിമ്പിളിങ്ങനെ നോക്കി ഇപ്പോഴത്തെ ഏറ്റവും പുതിയ പാറ്റേൺ ഏതാണെന്ന് വെച്ചാൽ അത് മതി എന്ന് പറഞ്ഞാൽ അങ്ങനെ നല്ല 2 ഡിസൈൻ കിട്ടി കേട്ടോ. ഇതൊക്കെ നല്ല നല്ല പാറ്റേൺസാണ്. ഇതാണ് നമ്മൾ എടുത്തത്. നന്നായിട്ടുണ്ടായിരുന്നു, നല്ല നീളവും ഒക്കെയുള്ള ഏറ്റവും പുതിയ പാറ്റേണാന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ നമുക്കും കണ്ടപ്പോൾ ഒറ്റ നോട്ടത്തിൽ തന്നെ ഭയങ്കര ഇഷ്ടമായി. കാരണം സെറ്റ് മുണ്ട് എന്ന രീതിയിലല്ല, ഏത് ഒക്കേഷനും ഉടുക്കാൻ പറ്റുന്ന ഒരു സാരിയായിട്ട് നമുക്ക് തോന്നി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് നേരെ അക്കിയുടെ വീട്ടിലേക്ക് പോകാനായിട്ടൊക്കെ വിളിക്കുകയും പറയുകയൊക്കെ ചെയ്തത്. ആ സമയത്താണ് പെട്ടെന്ന് ഫോൺ വന്നത്. ഡിമ്പിളിന് സെപ്റ്റംബർ 1-ാം തീയതി ഒരു ഇനോഗ്രേഷൻ ഉണ്ട്, ഒരു ഇത്. അപ്പോൾ അതിന് ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ചിലപ്പോൾ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡിമ്പിളാന്ന് വെച്ചാൽ വരുന്നതിന് മുമ്പ് വിളിക്കലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾക്ക് പെട്ടെന്നാണ് ഞങ്ങൾ അക്കിയുടെ വീട്ടിലേക്ക് പോകാനായിട്ടാണ് ഇറങ്ങിയത്. പക്ഷേ അവിടെ ഇറങ്ങി കുറച്ച് കഴിഞ്ഞതും അവിടുന്ന് ഫോൺ വന്നു, അവർ വന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾ വേഗം അവിടെ നിന്ന് മടങ്ങുക ചെയ്തത്. അപ്പോൾ അവിടെ നിന്ന് മടങ്ങുമ്പോൾ ഇതുവരെ ഇല്ലാത്ത ബ്ലോക്ക് ഇന്ന് ആ സമയത്ത് നമ്മൾക്ക് ആകെ ടെൻഷനായി. കാരണം നമ്മുടെ വീട്ടിൽ ഡിവൈനും കുട്ടികളും മാത്രമേ ഉള്ളൂ. പിന്നെ അവർ വരുന്നവർ എത്ര നേരം പുറത്ത് നിൽക്കാവോ, ആ ഒരു ടെൻഷൻ. അപ്പോൾ ഡാഡിയുടെ കയ്യിൽ നിന്ന് ഡിമ്പിളിന് വഴക്ക്, ഇങ്ങനെ ഒരു ആൾ വരുന്നു പറയുമ്പോൾ മോള് പറയണ്ടേ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഡിമ്പിൾ പറഞ്ഞു വരുമ്പോൾ ഒന്നും കൂടി വിളിച്ച് പറയാതെ പറഞ്ഞു. അപ്പോൾ അക്കയുടെ അടുത്തേക്ക് ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ അങ്ങനെ വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ല. ചെന്നപ്പോൾ അവരെല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് എല്ലാവരും പരസ്പരം വർത്താനമൊക്കെ പറഞ്ഞ് കുട്ടികൾ കളിച്ച് ഒരു വിഷമം ഇല്ലാത്ത രീതിയിൽ ഡിവൈൻ എല്ലാം മാനേജ് ചെയ്തു. അവർക്ക് ചായയൊക്കെ കൊടുത്ത് ഉഷാറായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പറയാറുണ്ടല്ലോ, ഡിവൈൻ എല്ലാ കാര്യങ്ങളും ആര് വന്നാലും നമ്മൾക്കൊരു ടെൻഷൻ നാൾ ഇപ്പോൾ എന്നെ കാണാൻ വന്നാലും അല്ലെങ്കിൽ നമ്മളുടെ ഫാമിലി ഫ്രണ്ട്സ് വന്നാലും ബന്ധുക്കൾ വന്നാലും ഡിവൈൻ ഒരു പരിചയക്കുറവും കാണിക്കാണ്ട് അവരെ ഏറ്റവും നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് നമ്മളില്ലാത്തപ്പോൾ ആര് വന്നാലും എനിക്ക് അങ്ങനത്തെ കാര്യത്തിൽ ടെൻഷനില്ല കേട്ടോ. അപ്പം അങ്ങനെ അവർ പോയി. അപ്പം ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. എനിക്ക് വന്ന് കയറിയപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം അവരെത്ര നേരം വെയിറ്റ് ചെയ്തു, അത് ഭയങ്കര നമ്മളെ സംബന്ധിച്ച് അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. അങ്ങനെ വന്ന് പാച്ചു ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം എന്തായാലും Q&A എടുത്തിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ പിന്നെ അത് എടുക്കാമെന്നുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഇപ്പോൾ ഇന്നിപ്പോൾ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഞാൻ ചുമച്ചിട്ടൊന്നുമില്ല കേട്ടോ. ചെറിയൊരു ചുമ മാത്രമേ ഉണ്ടായുള്ളൂ. പക്ഷേ ഉച്ച വരെ നല്ല ഇന്നലത്തെ കഴിഞ്ഞ ആഴ്ചയിലത്തെ അസ്വസ്ഥത ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പാച്ചു പതുക്കെ ചെറിയൊരു ചുമ പാച്ചുവിനുണ്ട്. അപ്പോൾ പാച്ചു അമ്മയും പോയി കിടന്നു. അപ്പോൾ പാത്രങ്ങളൊക്കെ അവിടെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് കഴിഞ്ഞിട്ട്, കാരണം ഞാൻ ഇന്നത്തെ ദിവസം ഒന്നും ചെയ്തിട്ടില്ല, ഒരു സംഭവവും ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് ഇന്നലെ ഇന്നും ആയിട്ട് ഒന്നും ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ ഈ കമ്മൽ എന്തിട്ടാന്ന് വെച്ചാൽ ഇത് പാലക്കയല്ല കേട്ടോ, ഇത് വെറും എനാമലാണ്. വളരെ വില കുറഞ്ഞ കമ്മലാണ്. അപ്പോൾ ഓണത്തിനായാലും എന്തെങ്കിലും ഇത് നല്ലതാണ് കേട്ടോ. ആദ്യം കാണിച്ചതാണ് ഞാൻ പറഞ്ഞത്, വളരെ വില കുറഞ്ഞ സംഭവമാണ്. അത് പാലക്കയല്ല, വെറുതെ എനാമല. ഇതൊക്കെ പാലക്കയാണ് കേട്ടോ.
അപ്പോൾ അതാണ് ഞാൻ വർത്താനം വേഗം നിർത്തിയിട്ട് അത് പറഞ്ഞത്. കാരണം അത് തെറ്റിദ്ധരിച്ച് നിങ്ങളത് പാലക്കാന്ന് വിചാരിച്ച് എന്നോട് ചോദിക്കും. ഞാനത് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഇതൊക്കെ നല്ല പാലക്കയാണ്, മറ്റേത് മാത്രമാണ് കേട്ടോ ഇനാമിൽ പറഞ്ഞത്. അങ്ങനെ ഞാൻ 8 മണി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെയും ഇന്നലത്തെയും ദിവസം എനിക്ക് തോന്നുന്നു ശനിയാഴ്ച തൊട്ട് വെള്ളിയാഴ്ച ഇരുന്നത്. അത് കഴിഞ്ഞിട്ട് എനിക്ക് പെട്ടെന്ന് പറ്റാണ്ടായപ്പോൾ ശനി ഞായറൊക്കെ അങ്ങനെ ഇട്ടു. ഇന്നും ഈ പറഞ്ഞ പോലെ പകൽ മുഴുവൻ യാത്രയായിരുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്കും ഡാഡിക്കും ഈ ഓൺലൈനായ കാരണം നമ്മൾ എപ്പോഴും ഓൺലൈനിൽ ഉണ്ടായാലാണ് ബിസിനസ്സിന് കാര്യമുള്ളൂ. അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ നോക്കിയില്ലെങ്കിൽ ആരും ഒന്നും അതിനെ ഫോർവേഡ് ചെയ്യുകയും ഒന്നും ചെയ്യില്ലല്ലോ. അപ്പം അങ്ങനെ പാച്ചുവിനെ ഓർക്കാൻ വേണ്ടി ഡിംപിൾ അങ്ങോട്ട് പോയി. പാച്ചുവിന് ചെറുതായിട്ട് ചുമയുണ്ട് കേട്ടോ. അപ്പോൾ ഡിവൈൻ കിച്ചണിൽ കയറി. അപ്പോഴേക്കും ഡോൺ നേരത്തോടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മീനൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഡിംപിൾ. അപ്പോൾ ചിക്കൻ്റെ കറി ബാക്കി ഉണ്ടായിരുന്നു. പക്ഷേ ഡിവൈൻ അത് ശ്രദ്ധിച്ചില്ല. ഡിവൈൻ വേഗം മോര് കാച്ചി മീൻ വറുത്തു. പിന്നെ ഉച്ചകാലത്തെ ചീരുപ്പേരി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ അവിടെ നിന്ന് സർപ്രൈസായിട്ട് കൊണ്ടുവന്ന കായക്കൊലയുടെ ഓരോന്ന് പഴുത്തു തുടങ്ങി. അപ്പോൾ ഒരു പഴം പഴുത്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ എന്ത് കാണിച്ചു, ഊണ് കഴിഞ്ഞിട്ടാവാം ഇനി ബിസിനസ്സിന് ഇരിക്കില്ലെന്ന് പറഞ്ഞിട്ട് കംപ്ലീറ്റ് കാര്യങ്ങൾ അപ്പോഴേക്കും ഡിവൈൻ കംപ്ലീറ്റ് ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് 2 ദിവസമായി ഇവിടെ ഇരിക്കണം. 2 അല്ല കേട്ടോ, ഇന്നലെ കാലത്ത് തൊട്ടിരിക്കണം. പക്ഷേ എനിക്ക് ഒരു നേരം പോലും കിട്ടിയില്ല. നിങ്ങൾക്കറിയാലോ, എനിക്കൊരു ഇത്തിരി നേരം കിട്ടിയാൽ ഞാനതൊക്കെ ചെയ്യണതാണ്. പക്ഷേ എനിക്കത് പറ്റിയില്ല. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു അവിടെ ഇരിക്കട്ടെ, നാളെ പറ്റിയെങ്കിൽ ചെയ്യാം. കാരണം സമയം ഓൾറെഡി 11 ഇനി വേണം എനിക്ക് ഈ 3 ദിവസത്തെ സംഭവങ്ങൾ പാക്ക് ചെയ്യാനും എടുക്കാനും ഓർഡറുകൾ എഴുതാനും ഒക്കെ ആയിട്ട്. അങ്ങനെ ഡാഡി ഒപ്പം ഇരുന്നു കേട്ടോ. അപ്പം പണി ഇതേ 12:45. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ റോസയെ വിളിച്ചു. ഇന്ന് റോസയുടെ ബർത്ത്ഡേ ആണ്. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞല്ലോ, റോസയുടെ ബർത്ത്ഡേയും അപ്പാപ്പൻ്റെ മരിച്ച ദിവസവും രണ്ടും ഒന്നാണ്. അപ്പൻ്റെ ഫോട്ടോ ഒരെണ്ണം പോലും നമ്മളുടെ കയ്യിലില്ല. അതുകൊണ്ട് തന്നെ എനിക്കത് കാണിക്കാൻ നിർവാഹമില്ല കേട്ടോ. അമ്മയുടെ പിന്നെ ഒക്ടോബർ 1 തീയതിയാണ് 1 കൊല്ലം ആവണുള്ളൂ. പക്ഷേ അപ്പൻ്റെ 41 കൊല്ലമായി. അങ്ങനെ ഞാൻ റോസേനെ വിളിച്ചു. അപ്പോൾ റോസ ഇതാണ്, നിങ്ങൾക്കറിയാം, കുറേ പേർക്കൊക്കെ അറിയാം. അപ്പം ഞാൻ എൻ്റെ ഫോട്ടോസൊന്നും എൻ്റെ കയ്യിൽ കാര്യമായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഉള്ള ഫോട്ടോസ് വെച്ചിട്ട് എനിക്കിങ്ങനെ സോങ് എഡിറ്റ് ചെയ്ത് ഇടാനോ കാര്യങ്ങൾക്കോ ഒന്നും എനിക്കറിയില്ല. അപ്പം ഞാൻ വിചാരിച്ചു കയ്യിലുള്ള ഫോട്ടോസ് എടുത്ത് ഞാൻ നിങ്ങൾക്ക് എന്താ പറയുക റോസയ്ക്കുള്ള വിഷ് ഇത് കൂടെ അറിയിക്കാമെന്ന്. അത് കൂടെ തന്നെ അന്നയ്ക്കും. കാരണം 20-ാം തീയതി റോസയുടെയും 21-ാം തീയതി അന്നയുടെയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെയാണ് ഇവരുടെ ബർത്ത്ഡേ. അപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മ, ചേച്ചി എൻ്റെ മൂത്ത ചേച്ചിയുടെ മക്കളാണ് കേട്ടോ ഇവർ. അപ്പോൾ ചേച്ചി പ്രസവിക്കാനായിട്ട് 20-ാം തീയതി റോസയുടെ ബർത്ത്ഡേയുടെ കേക്ക് കട്ടിങ് കഴിഞ്ഞിട്ട് ഇന്ന് തന്നെ ആയിരുന്നെങ്കിൽ എന്നാഗ്രഹിച്ചു. പക്ഷേ പിറ്റേ ദിവസമാണ് ചേച്ചി പ്രസവിച്ചത്. അപ്പോൾ അങ്ങനെയാണ് 20-ഉം 21-ഉം ഇവരുടെ ബർത്ത്ഡേ ആയത് കേട്ടോ. അപ്പോൾ റോസും ആൻസുമാണ്, നമ്മൾ റോസ അന്നാന്ന് ഞാൻ വിളിക്കും. അങ്ങനെയാണ്. ഇപ്പോൾ നമ്മളുടെ ഫാമിലിയിൽ ഇവർ 3 പെൺകുട്ടികളാണ്, 2 ആൺകുട്ടികൾ ഡോണും ഡയോണും. എല്ലാവർക്കും അറിയാം, എന്നാലും ഞാൻ ഒന്നും കൂടി പറയണമെന്നുള്ളൂ. അപ്പോൾ ശരിക്കും ഈ കൊല്ലം ഡയോൺ വരികയാണെങ്കിൽ 5 പേരും ഒന്നിച്ചുണ്ടായേനെ. പക്ഷേ എന്താ പറയുക, ഡയോൺ ഈ വർഷവും വരാൻ പറ്റിയില്ല. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ അന്ന ഉണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു ഇവരുടെ ലാസ്റ്റ് എല്ലാവരും കൂടി കൂടിയത് ഡയോണിൻ്റെ കൊച്ചിൻ്റെ ബെന്നൂട്ടൻ്റെ മാമോദിസയ്ക്കായിരിക്കണം. 5 പേരും കൂടി ഒന്നിച്ചുണ്ടായിരുന്ന ഒരു സമയം. അപ്പോൾ ഈ പ്രാവശ്യം എന്തായാലും പറ്റും എന്ന് വിചാരിച്ചത്, പക്ഷേ നടന്നില്ല. അപ്പോൾ അങ്ങനെ ഇവർ 4 പേരാണ് ഇപ്പോൾ എപ്പോഴും കൂടുന്നവർ. അന്ന വരുമ്പോൾ എന്തായാലും എല്ലാവരും കൂടും. പിന്നെ ഏഞ്ചൽ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഏഞ്ചൽ ഉണ്ടായിരുന്നു, അന്ന ഉണ്ടായിരുന്നു. അപ്പോഴും ഡയോണായിരുന്നു മിസ്സിങ്. ഇവരാണ് ഈ 5 പേര്. ഇവരെ വിളിക്കുന്ന പേരാണ് റോയൽ 5 എന്നുള്ളത് കേട്ടോ. ഇത് അന്ന ഈ പ്രാവശ്യം വന്നപ്പോൾ ഫസ്റ്റ് വന്നപ്പോൾ എടുത്തതാണ്. അപ്പോൾ 2 പേർക്കും ഹാപ്പി ബർത്ത്ഡേ. അപ്പോൾ അപ്പനും മക്കളുമാണത്. അപ്പോൾ അങ്ങനെ ഇവർക്ക് എല്ലാവിധ എന്താ പറയുക ആയുരാരോഗ്യ സൗഖ്യം നേരെയാണ്. അപ്പോൾ എല്ലാവരെയും പ്രാർത്ഥനയിൽ ഇവരെ ഓർക്കുക. അങ്ങനെ ഇന്നത്തെ ദിവസം ഭംഗിയായിട്ട് കഴിഞ്ഞു. നാളെ ഞങ്ങളുടെ അടിപൊളി ഓണവിശേഷമായിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബായ്.